അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്ത് വന്നാലും എനിക്ക് ആസ്വദിക്കണം ഈ മുന്തിരിച്ചാറ് പോലുള്ളീ ജീവിതം. എന്നും അതിൻ്റെ ലഹരിയിൽ ആനന്ദത്തുന്നിലാമൻ വനം മൂളിപ്പറക്കണം എന്ന ചങ്ങമ്പുഴയുടെ വാക്കുകൾ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഒമാൻ നാഷണൽ സാഹിത്യോത്സവ വേദിയിലാണല്ലോ നാം ഇപ്പോൾ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു വിഷയത്തെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സാമൂഹിക തിന്മകൾ, വിദ്യാർത്ഥി പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലെ അധികരിച്ചു വരുന്ന ലഹരി ഉപയോഗം നമ്മെയും സമൂഹത്തെയും നമ്മുടെ നാടിന്റെ സത്പേരിനെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെയും പുതുതലമുറയുടെയും ആരോഗ്യത്തെയും വികസനത്തെയും വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ലഹരി മാഫിയ പിടിമുറുക്കുകയും ഊർജ്ജസ്വലരായ യുവത്വത്തെ ലഹരിപരമായ വസ്തുക്കളുടെ ഉപയോഗം മൂലം തകർന്നു തരിപ്പണമാകുന്ന കാഴ്ചകൾ നമ്മൾ ഇന്ന് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല എന്ന് പ്രതിജ്ഞ എടുക്കുന്നതോടൊപ്പം നാളെ നമ്മുടെ സുഹൃത്തുക്കളും സഹപാഠികളും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ മാത്രമേ നാളെ നമ്മെയും അടുത്തു വരുന്ന തലമുറയെയും നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്നുള്ള ബോധം നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും വിൽക്കുന്ന സ്ഥലങ്ങളിൽ പോകാതെ ഇരിക്കുക. പ്രലോഭനങ്ങളിലും മറ്റും വഴങ്ങി ലഹരി വസ്തുക്കൾ പരീക്ഷിക്കാതെ ഇരിക്കുക. സമ്മർദ്ദം തരണം ചെയ്യുന്നതിന് ലഹരി ഒരു ഉപായമാണ് എന്നുള്ള ധാരണ ഇല്ലാതെ ഇരിക്കുക. മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ട് ഞാനും ചെയ്യണം എന്നുള്ള തെറ്റിദ്ധാരണ ഇല്ലാതെ ഇരിക്കുക. സുഹൃത്തുക്കൾ ലഹരി വസ്തുക്കൾ തരുമ്പോൾ ഇല്ല എന്ന് പറയാനുള്ള ഒരാർജവം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. കായികപരമായ നേട്ടങ്ങൾക്കും കലാപരമായ സൃഷ്ടികൾക്കും ലഹരി ഒരു ഉപായമല്ല, മറിച്ച് നശിപ്പിക്കാൻ മാത്രമേ ഇവകൾക്ക് കഴിയൂ എന്നുള്ള ധാരണ നമ്മൾക്ക് ഉണ്ടായെടുക്കേണ്ടതാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും ഒരുത്തർ തിന്മ ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ അത് കൈ കൊണ്ട് തടുക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിനെ വായ് കൊണ്ട് തടുക്കുക. അതിനും കഴിവില്ലെങ്കിൽ അതിനെ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ലഹരിക്കെതിരായിട്ടുള്ളൊരു സമീപനം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പൊങ്ങച്ച സംസ്കാരത്തിന്റെ ഭാഗമായ സെലിബ്രിറ്റികളെയും സിനിമാ താരങ്ങളെയും അനുകരിച്ചുള്ള വസ്ത്രധാരണയിലും ചൂഴിങ്ങും ചമക്കുന്നതിലും വിഷപാലിന്യങ്ങൾ ഉപയോഗിക്കുന്നതിലും നമ്മുടെ തലമുറ മുൻപന്തിയിൽ തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നു, അറിയുക, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. ആ മാംസക്കട്ട നന്നായാൽ മനുഷ്യ ശരീരം മുഴുവനും നന്നാകും. എന്നാൽ ആ മാംസക്കട്ട ചീത്തയായാൽ മനുഷ്യ ശരീരം മുഴുവനും ചീത്തയാകും. അതാണ് ഖൽബ്, ഹൃദയമാകുന്നു അത്. അല്ലാഹു തആല നമ്മോട് പറഞ്ഞിരിക്കുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യരെ നാം ഏറ്റവും ഉത്തമമായ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു, പിന്നീട് അവരെ അധമന്മാരാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ മനുഷ്യരിൽ തന്നെ ഏറ്റവും ഉത്തമരാവാനും അധമനാവാനുമുള്ള പ്രവണതകൾ ഉണ്ട് എന്നാണ് അല്ലാഹു തആല സൂറത്തു തീനിലൂടെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളാകുന്ന നാം ഇത്തരം തിന്മകളിൽ പോയാൽ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് പ്രവാഹം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.